प्यारे बच्चों, आदाब। कैसे हैं आप? अच्छा है ना? अच्छा है ना? എന്താ എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നേ? ये हमारा नया दोस्त है. ഇത് നമ്മുടെ പുതിയ കൂട്ടുകാരനാ. കണ്ടിട്ടുണ്ടോ മുമ്പ്? ये कौन है? ये कौन है? ഇതാരാ? കോൻ? ബഹിരാകാശ സഞ്ചാരി അല്ലേ? ബഹിരാകാശ സഞ്ചാരിയാണിത്. നിങ്ങൾ ബഹിരാകാശ സഞ്ചാരികളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? ജി, എന്നാ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതുപോലെ ഒരു ബഹിരാകാശ സഞ്ചാരി, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഇതുപോലെ ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി സഞ്ചരിച്ച ബഹിരാകാശ സഞ്ചാരി ആരാ? ഉത്തരം പറയൂ, കേൾക്കട്ടെ. ആരാ? ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്തെത്തിയ സഞ്ചാരി ആരാണ്? ജി, രാകേഷ് ശർമ്മ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്തെത്തിയ സഞ്ചാരി രാകേഷ് ശർമ്മയാണ്. 1984 ഇതുപോലെ രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചു. ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയനാണ് രാകേഷ് ശർമ്മ. 1984 ഏപ്രിൽ 2 റഷ്യൻ നിർമ്മിത സോയൂസ് T-11 എന്ന വാഹനത്തിലാണ് അദ്ദേഹം ശൂന്യാകാശത്തിലെത്തിയത്. സല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയത്തിൽ 8 ദിവസം അദ്ദേഹം ചിലവഴിച്ചു. ശൂന്യാകാശത്തിലെത്തുന്ന ലോകത്തിലെ 138ാമത്തെ സഞ്ചാരിയായിരുന്നു രാകേഷ് ശർമ്മ. ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മയുമായി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആശയവിനിമയം നടത്തി. ഇന്ദിരാഗാന്ധി രാകേഷ് ശർമ്മയോട് ചോദിച്ചു, അല്ലയോ രാകേഷ് ശർമ്മ, അങ്ങിപ്പോൾ ബഹിരാകാശത്താണുള്ളത്. താഴോട്ട് നോക്കിയാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും അങ്ങേക്ക് ദർശിക്കാൻ സാധിക്കും. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ ചോദ്യത്തിന് മറുപടിയായി രാകേഷ് ശർമ്മ ഇന്ദിരാഗാന്ധിജിയെ കേൾപ്പിച്ചത് ഉറുദുവിലെ അതിപ്രശസ്തമായ 2 വരികളായിരുന്നു. ബഹിരാകാശത്ത് പോലും മുഴങ്ങിക്കേട്ട ഉറുദുവിലെ അതിപ്രശസ്തമായ ആ 2 വരികൾ ഏതായിരിക്കും? ഏതായിരുന്നു ആ പാട്ട്? ബഹിരാകാശത്ത് നിന്ന് ഇന്ദിരാഗാന്ധി രാകേഷ് ശർമ്മയോട് ചോദിച്ചു, അല്ലയോ രാകേഷ് ശർമ്മ, ബഹിരാകാശത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അങ്ങ് ലോകത്തുള്ള പല രാജ്യങ്ങളും കാണുന്നുണ്ടല്ലോ. ആ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ നിങ്ങൾ എങ്ങനെയാണ് ദർശിക്കുന്നതെന്ന് ഇന്ദിരാഗാന്ധി രാകേഷ് ശർമ്മയോട് ചോദിച്ചപ്പോൾ രാകേഷ് ശർമ്മ 2 ഉറുദു വരികളാണ് രാകേഷ് ശർമ്മ കേൾപ്പിച്ചത്. ഏതായിരുന്നു ആ ഈരടികൾ? ആർക്കറിയാം? അറിയില്ല? നിങ്ങൾ കേട്ടിട്ടില്ല? എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണഗതിയിൽ യൗമെ ആസാദി കെ മൗക്ക पर हम लोग गाते हैं, सुनते हैं. നിങ്ങളെല്ലാവരും കൗമി ഗീതായി, ദേശഭക്തി ഗാനമായി എല്ലാവരും ആലപിക്കാറുള്ള, അല്ലെങ്കിൽ ആലപിക്കുന്നത് കേൾക്കാറുള്ള ഒരു പാട്ടാണ്. ഏതാണ്? पर्वत
जी സാരേ ജഹാ സെ അച്ച. കേട്ടിട്ടില്ലേ? സാരേ ജഹാ സെ അച്ച. ഇത് കേൾക്കാത്തവരായി ഒരു ഭാരതീയൻ ഉണ്ടാവില്ല. ഉറുദു മേ യേ തരാനെ ഹിന്ദി എന്ന പേരിലാണ് ഈ പാട്ട് അറിയപ്പെടുന്നത്. തരാനെ ഹിന്ദി. തരാനെ ഹിന്ദി എന്ന പേരിലാണ് സാരേ ജഹാ സെ അച്ച എന്ന ഈ പാട്ട് അറിയപ്പെടുന്നത്. ഇതാരെഴുതിയതാ? യെ കിസ്നെ ലിഖാ? ആരെഴുതിയതാ? ഉറുദു കി സബ്സെ മഷ്ഹൂർ, ഏറ്റവും പ്രസിദ്ധനായ ഉറുദുവിലെ കവി ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എഴുതിയ സാരേ ജഹാ സെ അച്ചയാണ്. എല്ലാവർക്കും അറിയപ്പെടുന്ന പദ്യമാണ്. ജോ ഹമാരി ദർസി കിതാബ് മേ ഹെ, നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. बच्चों किताब देखिए, खोलिए आप. എല്ലാവരും പുസ്തകം തുറന്നു നോക്കൂ. ഹിന്ദി ഹെ ഹം. സബക് കാ നാം ഹിന്ദി ഹെ ഹം. കണ്ടോ? ഹിന്ദി ഹെ ഹം. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഖോലാ ഹെ ആപ്പ്? തുറന്നില്ലേ? ജി നിർമ്മല ടീച്ചറും ബാബുവും തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞു. അതിനുശേഷം ആരെ കണ്ടുമുട്ടി? സമീറിനെ കണ്ടുമുട്ടി. സമീറുമായുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. ബാബു സ്കൂളിലേക്ക് തൊട്ടടുത്ത് ദിവസം വന്നു. ഏക്ക് ഡയറി പേഷ് കിയ, ഒരു ഡയറി അവതരിപ്പിച്ചു. ആ ഡയറിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടത്. ഈ ഡയറി കേട്ട സമയത്ത് നിർമ്മല ടീച്ചറിനെ കഹാ, ബാബുവോട് പറയാണ്, ബാബു ആപ്കി ഡയറി ബഹുത്ത് അച്ചി ഹെ, ആപ്കി ഡയറി ബഹുത്ത് അച്ചി ഹെ. ബാബു, നീ അവതരിപ്പിച്ച ഡയറി ബഹുത്ത് അച്ചി ഹെ. ഡയറി, ये डायरी आज़ादी के दिन तुम्हें स्कूल असेंबली में ये डायरी पेश करने का मौका दिया जाएगा. आज़ादी के दिन, आज़ादी के दिन आपको मालूम है, आप पढ़ चुके हैं. हमारे हर स्कूल में जश्न आज़ादी मनाते हैं. ഏതു ദിവസമാ? कौन से महीने में? जी अगस्त 15. अगस्त 15 को हम जश्न आज़ादी मनाते हैं. जश्न आज़ादी के मौके पर क्या क्या होते हैं? സ്കൂളിൽ എന്തെല്ലാം പരിപാടികളുണ്ടാവും? क्या है? स्कूल में असेंबली होते हैं और हमारे कौमी झंडा लहराते हैं. बच्चे कौमी गीत पेश करते हैं, है ना? कौमी गीत, देशभक्ति गाനം, उसका मुकाबला होते हैं, മത്സരം ഉണ്ടാവാറുണ്ട്. ये डायरी सुनकर, ഈ ഡയറി കേട്ടപ്പോൾ നിർമ്മല ടീച്ചർ ബാബുവിനോട് പറഞ്ഞു, आज़ादी के दिन तुम्हें स्कूल असेंबली में ये डायरी सुनाने का मौका दिया जाएगा. ഇത് അവതരിപ്പിക്കാനുള്ള അവസരം നൽകാം. കാരണം ये डायरी बहुत अच्छी है. जश्न आज़ादी के मौका पर. അങ്ങനെ എന്തായി? जश्न आज़ादी आई. उस मौके पर सारे बच्चे തമാം ബച്ചെ, എല്ലാ ബച്ചയും, എല്ലാ കുട്ടികളും എങ്ങനെയാ വരിക? ചോട്ടെ 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 ചോട്ടെ, ചെറിയ ചെറിയ കൗമി झंडे
लेकर स्कूल आ रहे हैं। जश्न आज़ादी के मौके पर सारे बच्चे छोटे छोटे कौमी झंडे लेकर स्कूल आ रहे हैं। എല്ലാവരുടെ കയ്യിലും छोटे छोटे कौमी झंडे हैं। झंडे आपको मालूम है, तिरंगा झंडा 3 रंग है, नाम പഠിച്ചിട്ടുണ്ടല്ലോ जी। कौमी गीत की मीठी मीठी आवाज़, कौमी गीत की मीठी आवाज़ से स्कूल की फ़ज़ा गूंज रही है। कौमी गीതിൻ്റെ ശബ്ദത്താൽ, മധുരമാർന്ന ശബ്ദത്താൽ സ്കൂളിൻ്റെ അന്തരീക്ഷമാകെ മുഴങ്ങിക്കേൾക്കുകയാണ്। देखिए किताब में एक कौमी गीत है, നാം നേരത്തെ പറഞ്ഞ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എഴുതിയ തരാനെ ഹിന്ദി। देखिए നിങ്ങളൊന്ന് നോക്കൂ। दोस्तों सुना है आप എല്ലാവരും കേട്ടില്ലേ?
എല്ലാവർക്കും പരിചിതമുള്ള പാട്ടായിരുന്നു അല്ലേ? ജി आप लोग ये गीत एक और तर्ज में गाकर अपने टीचर को भेज दीजिए. ഈ പാട്ട് മറ്റൊരു രീതിയിൽ ആലപിക്കാനുള്ള ശ്രമം നടത്തി ഒരു രീതി കണ്ടെത്തി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കില്ലേ? तैयार है आप? जी, फिर मिले. शुक्रिया. खुदा हाफिज़.